ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ എഞ്ചിൻ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ ഓൾറെഡി ലെയ്ത്തിൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് എടുത്തേക്കാണ്. ബാക്കിയത്തെ നമുക്കിപ്പോൾ കുറച്ച് ഗിയർ വീലുകൾ, അതായത് തേർഡ് ഗിയറിൻ്റെ രണ്ട് വീല്, അതായത് മെയിൻ ഷാഫ്റ്റിൻ്റെ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ വീല്, അതേപോലെ തന്നെ ഫോർത്ത് ഗിയറിൻ്റെ വീല്, അതൊക്കെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്തിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഈ വീലുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, അതേപോലെ ക്ലച്ചിൻ്റെ ഈ വന്ന ബോഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് കയറി വന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന പാർട്സുകളാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കയറ്റി സെറ്റ് ചെയ്ത് പോയി, അല്ലെങ്കിൽ അതിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ വിട്ടുപോയതാണ് സംഭവം. പിന്നെ നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റൊക്കെ ഓൾറെഡി മാറണമാണ്, പുതിയതാണ് ഇടണം കേട്ടോ. സിലിണ്ടർ കിറ്റ് 3500 രൂപയുണ്ട്. ക്ലച്ച് സെറ്റ് അസംബ്ലി പാടിയേ മാറുന്നുണ്ട്, കാരണം മറ്റേ ആ വീലുകളൊക്കെ ഡാമേജ് വന്നേക്കണോണ്ട് തന്നെ നമുക്കത് ആ രീതിയിൽ ചെയ്യണം കേട്ടോ. 1757 രൂപ അതിൻ്റെ വരുന്നത്. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ടൈമിങ് ചെയിന്, അതേപോലെ തന്നെ അതിൻ്റെ പാഡ്, ടെൻഷനർ, ഗ്യാസ്കറ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇടണേ. ആകെ ക്രാങ്കുമാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്. പിന്നെ ഇതാണ് ഗിയർ വീലിനകത്തൊക്കെ ഗിയർ ബോക്സിൽ നിന്ന് മാറ്റിയേക്കണം ബെയറിങ്ങുകൾ. പിന്നെ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് നല്ല പ്ലേ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ലെയ്ത്തിൽ കൊടുത്തിട്ട് കറക്റ്റ് പ്ലേ ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഹെഡും നമ്മൾ ലെയ്ത്ത് വർക്ക് വന്നതാണ്, അതായത് വാൽവ് സീറ്റ് ചെയ്യണം, പുതിയ വാൽവാണ്. വാൽവ് സീറ്റ് ചെയ്ത് അതിൻ്റെ ഗൈഡും മാറ്റി റീസെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പം ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ക്ലച്ചും ഈ ഹെഡിൻ്റെ ഇതും നമ്മൾ ലെയ്ത്തിൽ നിന്ന് റെഡിയാക്കി എടുത്താണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡിലത്തെ ബെയറിങ് കൂടി മാറ്റിയിട്ടുണ്ട്. അത്രയും വർക്കാണ് നമുക്ക് ലെയ്ത്ത് വർക്ക് വന്നതാണ്. ബാക്കിയത്തെ പാർട്സുകളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതിനിപ്പോൾ സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് എടുക്കാൻ വിട്ടുപോയതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയത്തെ ഭാഗം കൂടി ഞാൻ പെടുത്താമായിരുന്നു. ഇത്രയായിട്ടാണ് വണ്ടി ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ, തീരണുള്ളൂ. ഓക്കെ.